ഞാൻ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.25 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടണോ വേണ്ടിയോ എന്ന് ഓർത്ത് ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് അഭിരാമിയും കൂടിയിട്ട് അങ്ങ് പാലാരിവട്ടത്ത് പോയിട്ടാട്ടോ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുന്നേ. പോകുമ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാര്യം ഞാൻ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ മുടിയിൽ ഒരു വലിയ മാറ്റമാണല്ലോ വരാൻ പോകുന്നത്. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ മുഖത്തിനും ആ ഒരു മാറ്റങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ആശ്വസിക്കാനുള്ളൊരു വക എന്ന് പറയുന്നത് എൻ്റെ 2 ചേച്ചിമാരും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. സോ ഞാനത് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം എവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ബ്ലോ ഡ്രൈ ചെയ്യാൻ തന്നെ വിചാരിച്ചു. പിന്നെ ഞാൻ എന്താണ് ഇവിടെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ചേച്ചിമാർ 2 പേരും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന സമയത്തും ഓരോ പ്രാവശ്യം റൂട്ട് ചെയ്യാൻ വരുമ്പോഴും എല്ലാം കൂടെ വരുന്ന ആൾ ഞാനായതുകൊണ്ട് എനിക്കിവിടെ നല്ല പരിചയമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതല്ലേ ചൂസ് ചെയ്യുള്ളൂ. ആദ്യമേ തന്നെ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഹെയർ കട്ട് ചെയ്തായിരുന്നു. ലെയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ പരിഗണിച്ചിട്ടാട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് മുടിയുടെ ലെങ്ത് ഒട്ടും തന്നെ കുറയ്ക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ മാക്സിമം അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 1-2 മണിക്കൂറൊന്നല്ലട്ടോ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഏകദേശം ഒരു 5-6 മണിക്കൂർ കൂടുതലെടുത്തായിരുന്നു. അതവരുടെ ഡെഡിക്കേഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സ്ട്രാൻഡ്സും ചെറുതായിട്ടൊക്കെ എടുത്താണ് ചെയ്തു തന്നത്. തീരെ തിക്കും തിരക്കൊന്നും കൂട്ടാതെ നല്ല പോലെ സമയമെടുത്ത് നല്ല ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇരുന്നിരുന്ന് തണ്ടൽ വെള്ളം എന്നൊക്കെ പറയില്ലേ, അത് കണക്കായിപ്പോയി എൻ്റെ അവസ്ഥ. പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം സ്നാക്സിലൊക്കെ ഒതുക്കി. എൻ്റെ കൂടെ വന്ന ആളുടെ 1-2 ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സമയം സിനിമയൊക്കെ കണ്ട് ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. ചില്ലേതെന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അത്ര വലിയ രസമൊന്നുമില്ല കുത്തിരിക്കാനായിട്ട്. പിന്നെ എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ ഇതൊക്കെ. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം തന്നെ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ പതുക്കെ പതുക്കെ കുറച്ചും കൂടി മുടി ഇങ്ങനെ ബൗൺസി ആയിട്ട് വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1.25 മാസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത സ്ഥലം പാലാരിവട്ടം സ്കിൻ ലോജിക് ആണ്. പോകുന്നതിന് മുൻപ് വിളിച്ചു ചോദിച്ച് നമ്മുടെ ഹെയർ ലെങ്ത്തും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് ഒരു ബുക്കിംഗ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാൻ എനിക്കായ റേറ്റ് 6800 രൂപയാണ് കേട്ടോ. ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് വരും കേട്ടോ. എനിക്കായ റേറ്റ് ആണ് 6800. അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ മുടിയൊക്കെ സെറ്റായി നമ്മളൊരു ഷേക്കൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയിട്ടോ.